ഒരു റിലേഷൻഷിപ്പ് ലോജിക്കലാണെങ്കിൽ നമ്മൾ ഒരാളുടെ അടുത്ത് ഭയങ്കര ഫീലിങ്സ് തോന്നിയിട്ട് അല്ലെങ്കിൽ ആദ്യം പ്രണയത്തിലായിട്ട് അവർ റിലേഷൻഷിപ്പിലാവാം എന്നാണ് പലരും ഡിസൈഡ് ചെയ്യാറ്. അല്ലാതെ എനിക്കൊരു റിലേഷൻഷിപ്പ് വേണമെന്ന് പറഞ്ഞ് വളരെ ഡിസൈഡ് ചെയ്ത് അതിന് കറക്റ്റ് പറ്റിയ ലോജിക്കലി എല്ലാം തികഞ്ഞ ഒരാളെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നമുക്ക് വളരെ സ്യൂട്ടായിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ച് അങ്ങനെയൊന്നും അല്ല നമ്മൾ സാധാരണഗതിയിൽ പ്രണയിക്കാറ്. അങ്ങനെ ആകാം, പക്ഷേ മോസ്റ്റ് ജനറലി നമ്മൾ വളരെ ആക്സിഡൻ്റലി ആണ് പ്രണയത്തിലേക്ക് പോവാറ്. അപ്പോൾ എങ്ങനെയാണ് അതിൽ ലൈക്ക് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്യുന്നത് ലോജിക്കലി മാത്രം അല്ലെങ്കിൽ ലോജിക് എന്തായാലും ഒരു റിലേഷൻഷിപ്പിൽ ലോജിക് ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ ലോജിക് എന്താണ്? ഇതിൽ ശരിക്കും അനുവിൻ്റെ ആൻസർ പറഞ്ഞില്ലേ, കാരണം നിങ്ങൾ പ്രണയത്തിലായിരിക്കും അതിന് ലോജിക്കില്ല. ആ പ്രണയത്തിൽ നിന്ന് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് ആദ്യം സംഭവിക്കുന്നത് പ്രണയമാണ്, അത് കഴിഞ്ഞത് റിലേഷൻഷിപ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലോജിക്ക് ആവശ്യമാണെന്നുള്ളതാണ്. രണ്ടാമത്തെ ഇതിലെ പോയിന്റ്, നിങ്ങൾ ഒരാൾ മനോഹരമായി പ്രണയിക്കുകയും മറ്റാൾ അതിനെ ലോജിക്കലി ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവില്ല. ഏതൊരു റിലേഷൻഷിപ്പ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ നിങ്ങളത് മുഴുവനായിട്ട് പ്രണയമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മണ്ടത്ര. അതിൽ ഏതെങ്കിലും ഒരാൾ, മോസ്റ്റ് കേസിലും ഒരാൾ മനോഹരമായി പ്രണയിക്കപ്പെടുകയും അല്ലെങ്കിൽ പ്രണയിക്കുകയും ചെയ്യുന്നു. അടുത്ത ആൾ ആ വ്യക്തിയെ എനിക്ക് വേണം എന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് നിലനിർത്തണം എന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ആ പ്രണയം ആസ്വദിക്കണം എന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ ആണെന്നുള്ളതുകൊണ്ടോ ഇതിനെ റിലേഷൻഷിപ്പ് എന്ന ക്രൈറ്റീരിയയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്